ആത്മോപദേശ ശതകം 26-ാം ശ്ലോകം. അവയവമൊക്കെയമർത്തിയാണിയായി നിന്നവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാലവൻ ദിനയ്ക്കുന്നതവശതയാം അവിവേകമൊന്നിനാലേ. അവയവമൊക്കെ അമർത്തി, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നീ അവയവങ്ങളെയെല്ലാം സമാഹരിച്ച് തന്നോട് ചേർത്ത് ലയിപ്പിച്ചുകൊണ്ട് ആണിയായി നിന്നവയവി എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി നിന്നിരുന്ന ഞാൻ എന്ന ജീവൻ ആവിയെ, പ്രാണനെ ആവരിച്ചിടുന്നു, ആശ്രയിച്ച് ഗാഠനിദ്രയിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിനാൽ വീണ്ടും ഉണരുമ്പോൾ ഈ അജ്ഞാന ആവരണവും കൊണ്ടുണർന്നു വരുന്നതിനാൽ അവൻ, ആ ജീവൻ, അവശതയാം താൻ അറിയാതെ തന്നെ പിടികൂടിയിരിക്കുന്ന അവിവേകം ഒന്നിനാലെ, അജ്ഞത ഒന്നുകൊണ്ട് മാത്രം അവൻ ഇവൻ, അവൻ വേറെ ഇവൻ വേറെ എന്ന് നനയ്ക്കുന്നു എന്നും പലതായി കരുതാൻ ഇടവരുന്നു. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നീ അവയവങ്ങളെയെല്ലാം സമാഹരിച്ച് തന്നോട് ചേർത്ത് ലയിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി നിന്നിരുന്ന ഞാൻ എന്ന ജീവൻ പ്രാണനെ ആശ്രയിച്ച് ഗാഠനിദ്രയിൽ ഒളിഞ്ഞിരിക്കുന്നു. വീണ്ടും ഉണരുമ്പോൾ ഈ അജ്ഞാന ആവരണവും കൊണ്ടുണർന്നു വരുന്നതിനാൽ ആ ജീവൻ താൻ അറിയാതെ തന്നെ പിടികൂടിയിരിക്കുന്ന അജ്ഞത ഒന്നുകൊണ്ട് മാത്രം അവൻ വേറെ ഇവൻ വേറെ എന്ന് പലതായി കരുതാൻ ഇടവരുന്നു. ആവിയെ ആവരിച്ചിടുന്നു. ഞാൻ എന്ന അനുഭവം ഉളവാക്കിക്കൊണ്ട് ജീവജാലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ബോധപ്രതിബിംബമായ ജീവൻ തന്നെയാണ് ഈ ശ്ലോകത്തിലെ ആണിയായി നിന്നവയവി. സകല കർമ്മചലനങ്ങളുടെയും കേന്ദ്രം ഞാൻ എന്ന ബോധമാണെന്ന് പറയേണ്ടതില്ലല്ലോ. കർമ്മചലനങ്ങളുടെ എല്ലാം കേന്ദ്രമായി നിൽക്കുന്നത് തന്നെയാണ് ആണിയായി നിൽക്കൽ. ഈ ഞാൻ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നീ അവയവങ്ങൾ കൈക്കൊണ്ടാണ് കേന്ദ്രമായി നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിലും സംശയമില്ല. അതുകൊണ്ട് ഈ ഞാൻ അവയവിയുമാണ്. അവയവങ്ങളുള്ളത് അവയവി എന്നാണ് ശബ്ദാർത്ഥം. സുഷുപ്തി അഥവാ ഗാഠനിദ്രയാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ പ്രതിപാദ്യം. ഗാഠനിദ്രയിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരാദി എല്ലാ അവയവങ്ങളും ഞാനും വിസ്മരിക്കപ്പെടുന്നു. പ്രാണസ്പന്ദനം മാത്രം അവശേഷിക്കുന്നു. ഇതുകൊണ്ട് ഞാനോ ശരീരാദി അവയവങ്ങളോ നഷ്ടപ്പെടുന്നുവെന്ന് കരുതുക വയ്യ. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഞാൻ തന്നെ എല്ലാ അവയവങ്ങളോടും കൂടി ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാകുന്നത്, ഉറങ്ങുമ്പോൾ ഞാൻ എന്ന അവയവി ശരീരാദി അവയവങ്ങളൊക്കെ സമാഹരിച്ചുകൊണ്ട് പ്രാണനിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികൾ ഗാഠനിദ്രയുടെ ഈ സ്വരൂപമാണ് വിവരിച്ചിരിക്കുന്നത്. അവിവേകം ഒന്നിനാലേ. അവിവേകം ഒന്നിനാലേ. ഇനി നിദ്രയിൽ നിന്നുണരുമ്പോഴോ? ഉണരുമ്പോൾ ഒരിരുട്ടിൽ ഒളിഞ്ഞിരുന്ന് സുഖം അനുഭവിച്ചതായിട്ടാണ് ഉറങ്ങിയയാൾ സ്മരിക്കുന്നത്. ഉണരുമ്പോൾ ഒരിരുട്ടിൽ ഒളിഞ്ഞിരുന്ന് സുഖം അനുഭവിച്ചതായിട്ടാണ് ഉറങ്ങിയയാൾ സ്മരിക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ എല്ലാ അവയവങ്ങളും ഒരു അജ്ഞാന ആവരണത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്നു എന്ന് സ്പഷ്ടം. ഈ അജ്ഞാന ആവരണത്തിൽ നിന്ന് തന്നെ ആ അവയവങ്ങൾ ഉണരുമ്പോൾ വീണ്ടും പൊന്തി വരികയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ബുദ്ധി മുതലായ എല്ലാ അവയവങ്ങളും തമോമയമായ അജ്ഞാനത്തിൻ്റെ സൃഷ്ടികളാണെന്ന് ഉറക്കം വ്യക്തമായും തെളിയിക്കുന്നു. അപ്പോൾ അനുഭവം കൊണ്ട് തന്നെ അജ്ഞാന സൃഷ്ടങ്ങളെന്ന് തെളിഞ്ഞ ബുദ്ധ്യാദി ഉപാധികളെ ആശ്രയിച്ചാണ് ഞാൻ എന്ന ജീവബോധം പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവിവേകജന്യങ്ങളായ ഉപാധികളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അദ്വയമായ ആത്മസത്തയ്ക്ക് സ്വരൂപം പൂർണ്ണമായി വെളിപ്പെടാതെ അവൻ ഇവൻ എന്നിങ്ങനെ നിരവധി ദ്വന്ദ്വഭാവങ്ങൾ ആവിർഭവിക്കുന്നത്. ഈ ഉപാധികളെ അകറ്റി ആത്മാവ്
അജ്ഞാന വിമുക്തമാകുന്നതാണ് മോക്ഷം. ഉപാധികൾ ഉള്ളിടത്തോളം ദ്വൈതഭ്രമത്തിൽപ്പെട്ട് ഉഴലേണ്ടി വരും. പദ്യത്തിലെ ഉത്തരാർദ്ധത്തിൻ്റെ താൽപ്പര്യം ഇതാണ്. ശ്രീ ശങ്കര ഭഗവത് പാദർ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഗാഠനിദ്രയെ വിവരിക്കുന്നത് നോക്കുക. രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശോ മായാസമാച്ഛാദനാത് സന്മാത്ര കരണോപസംഹരണതോ യോ ഭൂത് സുഷുപ്തഃ പുമാൻ പ്രാഗസ്വാപ്സമിതി പ്രബോധസമയേ യഃ പ്രത്യഭിജ്ഞായത്തെ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തി സ്തോത്രം 6. ഉറക്കത്തിൽ ആത്മസത്ത രാഹുവിനാൽ ഗ്രസിക്കപ്പെട്ട സൂര്യചന്ദ്രന്മാരെ പോലെ മായയാൽ മൂടപ്പെടുന്നു. പ്രവർത്തനോപാധികളായ അവയവങ്ങളൊക്കെ പിൻവലിച്ചതുകൊണ്ട് സത്താമാത്രനായി സ്ഥിതി ചെയ്യുന്നു. ഉണരുമ്പോൾ ഞാൻ തന്നെയാണ് ഉറങ്ങിയതെന്ന് തൻ്റെ സ്വരൂപം തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെ ഗുരുവായി വിളങ്ങുന്ന ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. ഉണരുമ്പോൾ ഞാൻ സുഖമായുറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് സ്മരിക്കുന്നത് കൊണ്ട് തന്നെ ഉറക്കത്തിൽ സുഖസ്വരൂപനായ ഞാനും അജ്ഞാനവും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്ന് സ്പഷ്ടം. എന്നാൽ ഉണരുമ്പോൾ ഞാനും അവയവങ്ങളും അനുഭവപ്പെടുന്നത് കൊണ്ട് ഉറക്കത്തിലെ അജ്ഞാനമാണ് അവയവങ്ങളായി വേർതിരിഞ്ഞിരിക്കുന്നത് എന്ന് തീർച്ചയാണല്ലോ. പ്രപഞ്ചാനുഭൂതിക്കുപകരിക്കുന്ന സകല ഘടകങ്ങളും ഉറക്കത്തിൽ പൂർണ്ണമായും ഒരിരുട്ടിൻ്റെ രൂപം കൈക്കൊള്ളുന്നു. പ്രപഞ്ചാനുഭൂതിക്കുപകരിക്കുന്ന സകല ഘടകങ്ങളും ഉറക്കത്തിൽ പൂർണ്ണമായും ഒരിരുട്ടിൻ്റെ രൂപം കൈക്കൊള്ളുന്നു. ഈ ഇരുട്ടിൽ നിന്നും പൊന്തുന്ന ഘടകങ്ങളാണ് വീണ്ടും പ്രപഞ്ചാനുഭൂതിയെ ഉളവാക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സകല പ്രപഞ്ചാനുഭൂതികളും അജ്ഞതയുടെ അഥവാ ഒരിരുട്ടിൻ്റെ സൃഷ്ടികളല്ലേ? പക്ഷേ ഇരുട്ടിനു മാത്രമായി സൃഷ്ടിക്കാനോ അനുഭവിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് അജ്ഞാനത്തെ അഥവാ ഇരുട്ടിനെ പ്രപഞ്ചമാക്കി തീർക്കുന്ന ജ്ഞാനസ്വരൂപമായ ഒരു വസ്തു അതിന് പിന്നിൽ ഉണ്ടായേ പറ്റൂ. ഇരുട്ടിന് പദാർത്ഥങ്ങളായി മാറാൻ കഴിയുമോ? ബോധസ്വരൂപമായ സത്യത്തിന് ഒരു അജ്ഞാന ആവരണം ഉണ്ടാകുമോ? അനുഭവിക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ഈ ചോദ്യം? ഉറക്കമുണർന്നു വരുമ്പോൾ ഇരുട്ടിൽ നിന്നല്ലേ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്? ഞാൻ എന്ന ബോധാനുഭവം നിലനിൽക്കുകയും ചെയ്യുന്നില്ലേ? അനുഭവം ശരി തന്നെ, എങ്കിലും യുക്തിക്ക് ചേരുന്നില്ലല്ലോ. അതെ, അനുഭവിക്കുകയും എന്നാൽ യുക്തിക്ക് പിടികിട്ടാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെയാണ് വേദാന്തി മായ അഥവാ ഇന്ദ്രജാലം എന്ന് വിളിക്കുന്നത്. അടുത്ത പദ്യം വായിക്കുക. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.